പോവാം. ഒരു പുതിയ ടോപ്പിക്കായിട്ടാണ് നമ്മൾ ഈ സെഷനിൽ കടന്നു പോകുന്നത്. ടോപ്പിക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഇൻകം ടാക്സിൽ ഇപ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻകം ഡിറ്റർമിൻ ചെയ്യുന്നത്, നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ എമൗണ്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെയും കൂടി ബേസ് ചെയ്താണ്. ഡിഫറെൻറ്റ് ഹെഡ്സ് ഓഫ് ഇൻകം നമ്മൾ പറഞ്ഞു അല്ലേ, ഡിഫറെൻറ്റ് ഹെഡ്സ് ഓഫ് ഇൻകം പറഞ്ഞു. ആ ഡിഫറെൻറ്റ് ഹെഡ്സ് ഓഫ് ഇൻകം അതെല്ലാം ടോട്ടൽ ചെയ്യുന്നത് അത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ബേസ് ചെയ്താണ്. കുറച്ചും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഞാനൊരു ഇന്ത്യയിൽ സ്ഥിരതാമസമുള്ള ഒരാളാണെങ്കിൽ എൻ്റെ ഇൻകം, ഞാൻ ഏൺ ചെയ്യുന്ന വരുമാനം പല മാർഗങ്ങളിലൂടെയാണ്. സോ ആ മാർഗങ്ങളെല്ലാം തന്നെ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കുന്ന ഒരാളാണെങ്കിലും ഒരു എമൗണ്ട് ആയിരിക്കാം. ചിലപ്പോൾ ആ സെയിം വേ ഓഫ് ഇൻകം, ആ സെയിം പാറ്റേൺ, അതേ സോഴ്സ് ഓഫ് ഇൻകം തന്നെയാണ്. പക്ഷേ ഞാൻ ഇവിടെ താമസിക്കുന്ന ഒരാളല്ല, ഇന്ത്യൻ സിറ്റിസണാണ്. പക്ഷേ ഞാനത് വിദേശത്ത് ഉള്ള ഒരാളാണ്. വിദേശത്ത് മീൻസ് വേറെ എവിടെയും വർക്ക് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്, ഇതേ ഹെഡ്സ് ഓഫ് ഇൻകമിൽ തന്നെ. അപ്പോൾ എൻ്റെ ടോട്ടൽ ഇൻകം എമൗണ്ട് ഡിഫറൻസ് ആയിരിക്കും. എന്താ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിഫറൻസ് വന്നു, താമസം അല്ലേ. എൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിഫറെൻ്റ് ആയിട്ട് വന്നു. സോ അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, എൻ്റെ ടോട്ടൽ ഇൻകത്തിനകത്തുള്ള എമൗണ്ടിൽ ഡിഫറൻസ് വരും. സോ അതൊരു മെയിൻ ഘടകമാണ്. നമ്മുടെ ടോട്ടൽ ഇൻകം ഡിറ്റർമിൻ ചെയ്യുമ്പോൾ, ഗ്രോസ് ടോട്ടൽ ഇൻകം ഡിറ്റർമിൻ ചെയ്യുമ്പോൾ അത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കീ ഫാക്ടറാണ്. സോ അതും കൂടി കൺസിഡർ ചെയ്താൽ മാത്രമേ നമുക്ക് ടാക്സബിൾ ഇൻകത്തിലേക്ക് പോകും. ഡിഫറെൻറ്റ് ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ടായാൽ മാത്രം പോരാ, ആ വ്യക്തിയുടെ, ആ ഒരു പേഴ്സൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഇൻകം ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്കോപ്പ് ഓഫ് ഇൻകം ഈസ് ഡിറ്റർമിൻഡ് ബേസ്ഡ് ഓൺ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ടു. അതും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കൺസിഡർ ചെയ്യണം. സോ അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് നമുക്ക് നോക്കുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. പേഴ്സൺ അല്ല, പേഴ്സൺ എന്ന് പറയുമ്പോൾ കുറേ വരുന്നു. സോ നമ്മളിവിടെ തൽക്കാലം നോക്കുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് നോക്കുന്നത്. നമുക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. മൂന്നായിട്ടാണ് ഞാൻ കാറ്റഗറൈസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്. Second one, resident but not ordinary resident. Third one, non-resident. ഒരു ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ, നമുക്ക് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ, റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്. റെസിഡന്റ് ആണ്, അതുമാത്രമല്ല ഓർഡിനറി റെസിഡന്റും കൂടിയാണ്, സ്ഥിരതാമസമാണ്. നമുക്ക് അതിൻ്റെ കണ്ടീഷൻസ് ഇന്ന് നമുക്ക് നോക്കാം. റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്, അത്ര സ്ഥിരതാമസമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഏറ്റവും സിമ്പിളായിട്ട് പറയാം, ഇത് നമുക്ക് മിക്കവാറും തന്നെ ഇവിടെ തന്നെ സ്ഥിരം അല്ലെങ്കിൽ കൂടുതലും ഇന്ത്യയിൽ തന്നെയാണ് എന്നോ ഒരു അസംഷനിലേക്ക് എത്താം. റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്, മറ്റേ ആളെ പോലെ, ഈ ആളെ പോലെ അല്ല, ഒക്കേഷണലാണ് കുറച്ചും കൂടി. നോൺ റെസിഡന്റ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ താമസം ഇല്ലെന്നല്ല, പക്ഷെ ഇന്ത്യയിൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാകില്ല. ഇതിൽ കൊണ്ടുപോകാം ഈ കാറ്റഗറി. സോ അപ്പോൾ എന്തിൻ്റെ ബേസ് ചെയ്താണ് ചില കണ്ടീഷൻസിനെ ബേസ് ചെയ്താണ് നമുക്ക് ഒരാളെ ഈ മൂന്ന് കാറ്റഗറിയിൽ ഏത് രീതിയിൽ പെടുത്തണം, റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്ത് ഏത് രീതിയിൽ പെടുത്തണം എന്ന് തീരുമാനിക്കുന്നത്. സോ ഇതൊന്നും ഒരു ഇന്ത്യൻ സിറ്റിസൺഷിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. റെസിഡന്റ് ഒരാളുടെ ഇൻകത്തിനെ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്തും കൂടിയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ അപ്പോൾ ഈ ഇൻഡിവിജ്വൽ കേസിൽ മൂന്നാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഇതിനകത്ത് മൂന്നില് ഏത് കാറ്റഗറിയിലാണ് ഒരാളെ പെടുത്തുന്നത് എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ ഒരു കണ്ടീഷൻസ് ഉണ്ട്. ഒരു 2 സെറ്റ് ഓഫ് കണ്ടീഷൻസ് ആണുള്ളത്. ആ 2 സെറ്റ് ഓഫ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ, അല്ലെങ്കിൽ അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയ ശേഷം മാത്രമേ ഒരാളെ നമുക്ക് ഈ കാറ്റഗറി ഏത് കാറ്റഗറിയിലാണ് പെടുത്തേണ്ടതെന്നുള്ളത്
ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. നമുക്ക് ഇപ്പോൾ കണ്ടീഷൻസ് നമ്പർ 1 അല്ലെങ്കിൽ ബേസിക് കണ്ടീഷൻ പാർട്ട് 1 എന്ന് പറയും. കണ്ടീഷൻ ബേസിക് കണ്ടീഷൻ പാർട്ട് 1 കണ്ടീഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ ഓഫ് പാർട്ട് 1 അല്ലെങ്കിൽ ബേസിക് കണ്ടീഷൻ. സോ ആദ്യം തന്നെ ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. ഈ ബേസിക് കണ്ടീഷൻ നമുക്ക് 2 എണ്ണം ഉണ്ട്. ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൾ റെസിഡൻ്റ് ആണ്. ഏത് ആദ്യത്തെ 2 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരാളായിട്ട് വരും, തീർച്ചയായിട്ടും വരും. നോൺ റെസിഡൻ്റ് ആകില്ല. സോ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ 2 ബേസിക് കണ്ടീഷൻ ഉണ്ട്. ആ 2 ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി, ആള് റെസിഡൻ്റ് ആയി. ഇനി ഓർഡിനറി ആണോ നോട്ട് ഓർഡിനറി ആണോ എന്നുള്ളത് പിന്നത്തെ കണ്ടീഷൻസിന് ബേസ് ചെയ്തിരിക്കും. സോ റെസിഡൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ ബേസിക് കണ്ടീഷൻ അല്ലെങ്കിൽ പാർട്ട് 1 കണ്ടീഷൻ ഓഫ് പാർട്ട് 1 ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. നോൺ റെസിഡൻ്റ് ആണെങ്കിലോ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പാടില്ല. ബേസിക് കണ്ടീഷൻ ഒന്നും തന്നെ സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. സോ എന്താണ് ബേസിക് കണ്ടീഷൻ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഇന്ത്യയിൽ പ്രീവിയസ് ഇയറിൽ നമ്മൾ അറിയാമല്ലേ, ഡിറ്റർമിൻ ചെയ്യുന്നത് എപ്പോഴും പ്രീവിയസ് ഇയറിനെ ബേസ് ചെയ്താണ്. പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സിൽ ആൾ ഇന്ത്യയിൽ ഉണ്ട് എങ്കിൽ, ഒരു വ്യക്തി 182 ഡേയ്സ് ബേസിക് കണ്ടീഷൻ 1 ഇൻ ഇന്ത്യയിൽ ആള് 182 ഡേയ്സ് ഓർ മോർ ഇൻ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ 182 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ട് എങ്കിൽ ആള് ബേസിക് കണ്ടീഷൻ 1 സാറ്റിസ്ഫൈ ചെയ്യും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇന്ത്യയിൽ പ്രീവിയസ് ഇയറിൽ 182 ടോട്ടൽ, കണ്ടിന്യൂസ് ഒന്നും അല്ല പറയുന്നത്, ടോട്ടൽ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ ടോട്ടൽ 182 ഡേയ്സ് ഓ അതിൽ കൂടുതലോ, അപ്പോൾ മിനിമം 182 ഡേയ്സ് വേണമെന്നേ പറഞ്ഞോളൂ, അതിൽ കൂടുതലോ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ റെസിഡൻ്റ് ആയി. ഓക്കെ. ഇനി അല്ല എങ്കിൽ, ഇപ്പം ഇതിപ്പോൾ 182 ഡേയ്സ് ഇല്ല എങ്കിൽ റെസിഡൻ്റ് ആകുമോ, അപ്പോൾ നോൺ റെസിഡൻ്റ് ആകുമോ? അപ്പോൾ ഈ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. അതും ഇൻ ഇന്ത്യ 60 ഡേയ്സ് ഓർ മോർ ഇൻ പ്രീവിയസ് ഇയർ and 60 days or more in previous year. ഇവിടെ ആൻഡ് ആണ്, അത് മാത്രം പോരാ. അപ്പോൾ അല്ലെ, പ്രീവിയസ് ഇയറിൽ 60 ദിവസം അതിൽ കൂടുതലോ, മിനിമം 60 ദിവസം അതിൽ കൂടുതലോ, അല്ലെങ്കിൽ 3 ആൻഡ് അത് കൂടാതെ 365 ഡേയ്സ് or more in 4 years preceding the previous year. 4 years preceding the previous year എന്ന് വെച്ചാൽ രണ്ടാമത്തെ കണ്ടീഷനിൽ പറയാണ്, ആ വ്യക്തി ഒരു ഇൻഡിവിജ്വൽ 60 ദിവസം അതിൽ കൂടുതലോ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. കണ്ടിന്യൂസ് ഒന്നും ആവണമെന്ന് പറയുന്നില്ല, 60 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു പ്രീവിയസ് ഇയറിൽ. അത് കൂടാതെ ഉണ്ടാവുകയും വേണം, 60 ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഇവിടെ ഉണ്ടാവുകയും വേണം. അത് കൂടാതെ അതിന് മുമ്പത്തെ പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 4 വർഷത്തിൽ 365 ദിവസം കൂടി ഇന്ത്യയിൽ ഉണ്ട് എങ്കിൽ ആൾ റെസിഡൻ്റ് ആയി. സോ രണ്ടാമത്തെ കണ്ടീഷൻ കുറച്ചും കൂടി നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. ആദ്യത്തെ കണ്ടീഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 182 ഡേയ്സ് കഴിഞ്ഞ വർഷം നോക്കുന്നു, ടോട്ടൽ അയാൾ ഇവിടെ എവിടെ ഉണ്ടെന്ന് നോക്കുന്നു, 182 ഡേയ്സ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കുന്നു, ദെൻ ആൾ റെസിഡന്റ്. രണ്ടാമത്തെ കേസിൽ പ്രീവിയസ് ഇയറിൽ 60 ദിവസം, പ്രീവിയസ് ഇയറിൽ 60 ദിവസം, അതിന് മുമ്പുള്ള പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 4 വർഷത്തിൽ 365. അതായത് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് 2020, 2021 ആണ്. അപ്പോൾ പ്രീവിയസ് ഇയർ എന്തായിരിക്കും? 2019, 2020. ഇവിടെ 60 ഡേയ്സ് ഓർ മോർ ഉണ്ടാവണം. പ്രീവിയസ് ഇയറിൽ 60 ദിവസമോ അതിൽ കൂടുതൽ ഉണ്ടാവണം. പ്ലസ് അത് മാത്രം പോരാ,
അതിന് മുമ്പുള്ള 4 വർഷം. അപ്പം എങ്ങനെ വരും? 2018, 2019, 2017, 18, 2016, 17, 2015, 16. അപ്പം എത്രയായി? 1, 2, 3, 4. ഇത്രയും ദിവസം, ഇത്രയും ഇയറിൽ, ഇതിനു മുമ്പുള്ള 4 വർഷത്തിൽ 365 ഡേയ്സ് ഓർ മോർ. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പ്രീവിയസ് ഇയറിൽ, അസസ്മെന്റ് ഇയർ ഇതാണെന്ന് വിചാരിക്കുക, പ്രീവിയസ് ഇയറിൽ 2019-20 60 ഡേയ്സ് ഓർ മോർ, മിനിമം 60 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടാവണം. പക്ഷെ 182 ഡേയ്സ് ആയിട്ടില്ല. അതാണല്ലോ ബേസിക് കണ്ടീഷൻ. 182 ഡേയ്സ് ആണ്. പക്ഷെ 60 കൂടുതൽ ദിവസം വേണം. 182 ഡേയ്സ് ആയിട്ടില്ല എങ്കിൽ അതിന് മുമ്പുള്ള, അതായത് ഈ പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 4 വർഷം, 2018, 19, 2017, 18, 16, 17, 15, 16, ഈ പറയുന്ന പ്രീവിയസ് ഇയർ, പ്രൊസീഡിങ് ഓഫ് പ്രീവിയസ് ഇയർ, 4 years പ്രൊസീഡിങ് ഓഫ് പ്രീവിയസ് ഇയർ എന്നുള്ളത്, ഈ 4 വർഷത്തിൽ 365 ദിവസമോ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ആള് റെസിഡന്റ് ആയി, അല്ലെങ്കിൽ ബേസിക് കണ്ടീഷൻ ഒന്ന്, അല്ലെങ്കിൽ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി, ആള് റെസിഡന്റ് ആയി. 2 സാറ്റിസ്ഫൈ ചെയ്യണമെന്നൊന്നും ഇല്ല. 2 സാറ്റിസ്ഫൈ ചെയ്തൊന്നും കുഴപ്പമുണ്ടെന്നല്ല, 2 സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആള് റെസിഡന്റ് ആയി. അപ്പോൾ ഇനി റെസിഡന്റ് എന്ന് പറയുമ്പോൾ 3ാമത്തെ കാറ്റഗറി അല്ലെന്നേ നമുക്ക് ആയിട്ടുള്ളൂ. ഇതിനകത്ത് 2ാമത്തെ കാറ്റഗറി ആണോ 1ാമത്തെ കാറ്റഗറി ഓഫ് പേഴ്സൺ ആണോ എന്നുള്ളത്, ഇൻഡിവിജ്വൽ ആണോ എന്നുള്ളത് നമുക്ക് അഡീഷണൽ കണ്ടീഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ ഓഫ് പാർട്ട് 2 കൂടി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. സോ അഡീഷണൽ കണ്ടീഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ ഓഫ് പാർട്ട് 2, ഇത് നോക്കിയാലേ ഇത് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ. ഇനിയിപ്പോൾ പാർട്ട് 2 കണ്ടീഷനിൽ ഒരു പ്രത്യേകത, 2ഉം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഓർഡിനറി റെസിഡന്റ് ആവുള്ളൂ. പാർട്ട് 2-ൽ 2ഉം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്തു വരുള്ളൂ? ഈ പറയുന്ന ഓർഡിനറി റെസിഡന്റ് ആവുള്ളൂ. അപ്പോൾ ഒരെണ്ണേ സാറ്റിസ്ഫൈ ചെയ്തോളെങ്കിലോ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയി. ആള് പാർട്ട് 2-ലെ അഡീഷണൽ കണ്ടീഷനായ 2 കണ്ടീഷൻ ഉണ്ട് അവിടെ. അതിനകത്ത് ഒരു കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്തുള്ളെങ്കിലും നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. ഇപ്പം 2ഉം സാറ്റിസ്ഫൈ ചെയ്തില്ല എന്ന് വിചാരിക്കുക. അഡീഷണൽ കണ്ടീഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ ഓഫ് പാർട്ട് 2-ലെ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിലും ആൾ എന്ത് തന്നെയായിരിക്കും? നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. ഒരിക്കലും നോൺ റെസിഡന്റിലേക്ക് മാറില്ല. നോൺ റെസിഡന്റിലേക്ക് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ബേസിക് കണ്ടീഷൻ ഒന്നും തന്നെ സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കണം. അപ്പോൾ പാർട്ട് 2-ൽ 2 കണ്ടീഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം എന്താകും? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആവും, അല്ലെങ്കിൽ ഓർഡിനറി റെസിഡന്റ് ആവും. ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണേ സാറ്റിസ്ഫൈ ചെയ്തുള്ളൂ അല്ലെങ്കിൽ 2ഉം സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിലും നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന കാറ്റഗറിയിലേക്ക് മാറും. റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന കാറ്റഗറിയിലേക്ക് മാറും. സോ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പാർട്ട് 2 കണ്ടീഷൻ പാർട്ട് 2-ൽ വരുന്നത് പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷം. പ്രീവിയസ് ഇയർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അതുപോലെ പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷത്തിൽ 2 വർഷം ആൾ റെസിഡന്റ് ആയിരിക്കണം. ഹി ഷുഡ് ബി എ റെസിഡന്റ് ഇൻ 2 years ഔട്ട് ഓഫ് 10 years ഓഫ് പ്രൊസീഡിംഗ് ഓഫ് റെലവൻറ്റ് പ്രീവിയസ് ഇയർ. ലാസ്റ്റ് പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷത്തിൽ, അതായത് ബേസിക് കണ്ടീഷൻ 1 ആണ്, റെസിഡന്റ് ആയിരിക്കണം. റെസിഡന്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ താമസം ഉണ്ടാവണമെന്നല്ല, റെസിഡന്റ് ആയിരിക്കണം. റെസിഡന്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ആ ബേസിക് കണ്ടീഷനായിട്ടുള്ള ഏതെങ്കിലും ഒന്നും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഒന്നിൽ 182 ഡേയ്സോ അല്ലെങ്കിൽ 60 days ഇൻ പ്രീവിയസ് ഇയർ ആൻഡ് 365 days ഔട്ട് ഓഫ് 4 years പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ. അതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം എങ്കിലേ റെസിഡന്റ് ആവുള്ളൂ. ഇപ്പോൾ റെസിഡന്റ് ഇൻ ഇന്ത്യ ഫോർ 2 years, 2 വർഷം റെസിഡന്റ് ആയിരിക്കണം. എങ്ങനെ? ഔട്ട് ഓഫ് 10 years, 10 വർഷത്തിൽ. എങ്ങനെയുള്ള 10 വർഷത്തിൽ? 10 years preceding the previous year.
preceding the relevant previous year. ആ റെലവൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിന് മുമ്പ് ഏത് ആണോ പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷത്തിൽ 2 വർഷം ആൾ റെസിഡൻ്റ് ആയിരിക്കണം. ആൻഡ് അത് കൂടാതെ എന്ത് കൂടി വേണം? ആൻഡ് 2 in India, he has been in India for 730 days. In India for 730 days out of 7 years preceding the relevant പ്രീവിയസ് ഇയർ. ഇവിടെ പറയുന്നത് എന്താണ്? പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 വർഷത്തിൽ 730 ദിവസം അതിൽ കൂടുതൽ 730 days or more എന്ന് എഴുതിയില്ല നമ്മളുടെ 730 days or more. അതേപോലെ തന്നെ ഇവിടെ വ്യത്യാസം ശ്രദ്ധിക്കണം. മറ്റേത് റെസിഡൻ്റ് ആണ്, ഇവിടെ ഹാസ് ബീൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഉണ്ടായാൽ മതി. റെസിഡൻ്റ് ആവണമെന്ന് നിർബന്ധമില്ല, ഇന്ത്യയിൽ ഉണ്ടായാൽ മതി. 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടായാൽ മതി. അപ്പോൾ റെസിഡൻറ്റിൻ്റെ കണ്ടീഷനുകളില്ല, 730 ദിവസം ഉണ്ടായാൽ മതി. പക്ഷെ അത് എപ്പോഴായിരിക്കണം? ലാസ്റ്റ് പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 വർഷത്തിൽ. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരാൾ ഓർഡിനറി റെസിഡൻ്റ് എന്ന കാറ്റഗറിയിലേക്ക് വരുള്ളൂ. ഇതിലേതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ രണ്ടും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലും ആ വ്യക്തി നോട്ട് ഓർഡിനറി റെസിഡൻ്റ് എന്നുള്ള കാറ്റഗറിയിലേക്കായിരിക്കും മാറുന്നത്. ഇൻഡിവിജ്വൽ കേസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ അഡീഷണൽ കണ്ടീഷൻ ഒന്നുകൂടി പറയുന്നു. റെസിഡൻറ്റ് ഇൻ ഇന്ത്യ, അതിന് ആൾ റെസിഡൻ്റ് ആയിരിക്കണം. റെസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബേസിക് കണ്ടീഷനിൽ 2 ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം, എങ്കിലേ ആൾ റെസിഡൻ്റ് ആവും. റെസിഡൻറ്റ് ഇന്ത്യയുടെ റെസിഡൻ്റ് ആയിരിക്കണം. എത്ര വർഷം? 2 വർഷം ഇന്ത്യയുടെ റെസിഡൻ്റ് ആയിരിക്കണം. എത്ര വർഷത്തിൽ? ഔട്ട് ഓഫ് 10 years, 10 വർഷത്തിൽ. എപ്പോൾ? പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷത്തിൽ ആൾ 2 വർഷം റെസിഡൻ്റ് ആയിരിക്കണം. അത് മാത്രം മതിയോ? ഇല്ല. അത് കൂടാതെ പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 വർഷത്തിൽ 730 ദിവസം, ടോട്ടൽ ഓഫ് 730 days he has been in India. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്തതിനാൽ ദാറ്റ് ഇൻഡിവിജ്വൽ, if that person is satisfying the additional condition, both of the additional condition, then he will be categorized as a first number category. What is that? A resident and ordinary resident. If that person is not satisfying both the condition or any one condition, he will be categorized as the second one, resident but not ordinary resident. So നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ദെൻ അത് കൂടാതെ ഒന്ന് രണ്ട് കാര്യം കൂടി നമുക്ക് പറയാം. നമ്മുടെ ബേസിക് കണ്ടീഷനകത്ത് 2 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. ആദ്യത്തെ കേസ് പറഞ്ഞത് 182 ഡേയ്സ്, പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഉണ്ടാവണം. രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞത് എന്തായിരുന്നു? 60 ഡേയ്സ് പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 4 വർഷത്തിൽ എത്ര വേണം? 365 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം, എങ്കിലേ റെസിഡൻ്റ് ആവുന്നുള്ളൂ. പക്ഷേ ഈ കേസിൽ 2 തരം ആൾക്കാർക്ക് ഈ പറഞ്ഞ രണ്ടാമത്തെ കേസ് ഓപ്ഷൻ ഇല്ല. അയാൾക്ക് റെസിഡൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ 182 ഡേയ്സ് ഇവിടെ ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ആൾ റെസിഡൻ്റ് അല്ല, നോൺ റെസിഡൻ്റ് എന്നുള്ള കാറ്റഗറിയിലേക്ക് പെടും. 2 തരത്തിലുള്ള ആൾ. ഒന്ന് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ആരാന്ന് ഞാൻ പറയാണ്. ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുള്ളിയുടെ പാരൻസ് അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് പാരൻസ് ഇന്ത്യയിൽ ജനിച്ച് അല്ലെങ്കിൽ ഇന്ത്യക്കാരാണ് എങ്കിൽ ഇന്ത്യൻ ഒറിജിനാന്ന് പറയാം. ഓൺ ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഇൻകം ടാക്സ്. ഒരിക്കലും ഇത് സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടല്ല, ഒരു ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടി മാത്രം. സോ അപ്പോൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ വിദേശത്ത് നിന്ന് ഇവിടെ വരുവാണ്. ആൾ വിദേശത്താണ്, ഇവിടെ വരുവാണ്, വിസിറ്റിന് ഇവിടെ വരുവാണ്. സോ അങ്ങനത്തെ ഒരു കേസിലാണെങ്കിൽ ആൾ പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ആൾ റെസിഡൻ്റ് ആവുള്ളൂ. ആൾ പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സും അതിന് മുമ്പത്തുള്ള 365 ദിവസം ഉണ്ടെന്ന് ഈ പറഞ്ഞിട്ട് അയാൾ റെസിഡൻ്റ് ആക്കാൻ പറ്റില്ല. എന്ത് പറ്റും? ആൾക്ക് ബേസിക് കണ്ടീഷൻ ആദ്യത്തെ മാത്രമേ സക്സസ് ആവുള്ളൂ അല്ലെങ്കിൽ പാലിക്കാൻ പറ്റുള്ളൂ. രണ്ടാമതൊരു ഓപ്ഷൻ അവർക്കില്ല. ആദ്യത്തെ ആളെന്തായിരുന്നു? ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ, ഏതെങ്കിലും ആവാം. ഇന്ത്യൻ സിറ്റിസൺ ആവാം അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ ആവാം.
ഇന്ത്യൻ ഒറിജിൻ ആരാന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ആളിവിടെ ഇന്ത്യയിൽ ജനിക്കണമെന്ന് തന്നെ അല്ല ഞാൻ പറഞ്ഞു, പാരൻസോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസോ ഇന്ത്യനാണ്. സോ അങ്ങനെ ഒരാൾ ഇന്ത്യയിൽ വിസിറ്റിന് വന്നു. അങ്ങനെയാണെങ്കിൽ ആ ഇന്ത്യയിൽ വിസിറ്റ് വന്ന് 182 ഡേയ്സ് ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രീവിയസ് ഇയറിൽ അല്ലെങ്കിൽ ആ വർഷത്തെ റെസിഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. രണ്ടാമത്തെ കേസാണ് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ്, ഇവിടെ ഇന്ത്യൻ ഒറിജിൻ പറയുന്നില്ല, ഇന്ത്യൻ സിറ്റിസൺ ആണ്, ഗവൺമെന്റിന്റെ അംഗീകാരത്തോടെയുള്ള ഒരു ജോബിന് വേണ്ടി വിദേശത്തേക്ക് പോവുകയാണ്. സെൻട്രൽ ഗവൺമെന്റ് അംഗീകാരത്തോടുള്ള ജോബിന് വേണ്ടി വിദേശത്തേക്ക് പോകുന്നു, അല്ല എങ്കിൽ ഒരു ഇന്ത്യൻ ഷിപ്പിന്റെ ക്രൂ ആയിട്ട് പോകുന്നു. ഓക്കെ, ക്ലിയർ? ഇന്ത്യൻ സിറ്റിസൺ ആണ്, ആള് വിദേശത്തേക്ക് പോവുകയാണ് സെൻട്രൽ ഗവൺമെന്റ് അംഗീകാരമുള്ള ജോബിന് വേണ്ടി, അല്ല എങ്കിൽ ഒരു ഇന്ത്യൻ ഷിപ്പിന്റെ ക്രൂ ആയിട്ട് പോവുകയാണ്. ഈ രണ്ട് കാറ്റഗറിയുള്ള ആൾക്ക്, മറ്റേ വിസിറ്റിന് വേണ്ടി വന്നു, വേറെ ഒന്നിലെ എബ്രോഡിലേക്ക് പോകുന്നു സെൻട്രൽ ഗവൺമെന്റ് ജോബ് റിലേറ്റഡ് ആയിട്ട്, അല്ല എങ്കിൽ ഇന്ത്യൻ ഷിപ്പിന്റെ ഒരു ക്രൂ ആയിട്ട് പോകുന്നു. ഈ രണ്ട് കാറ്റഗറി ഓഫ് പേഴ്സണും ഒരു റെസിഡന്റ് ആവണമെന്നുണ്ടെങ്കിൽ he has been in India at least after 182 days in previous year. The second basic condition is not valid for those person. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ്